ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ 22ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകളെ കുറിച്ചാണ്. ക്ലാസ് മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതേപോലെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ കാണാനായിട്ട് താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. PYQ ഡിസ്കഷൻ എന്ന് പറയുന്ന പുതിയൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ, ഇതുവരെയും നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ പാകത്തിനാണ് നമ്മൾ ആ ഒരു ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ആ ക്ലാസ്സിൻ്റെ എല്ലാം PDF നോട്ടിന് നമ്മുടെ ടെലഗ്രാമും ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇതിൻ്റെ എല്ലാ റിവിഷൻസ് നടക്കുന്നതും നമ്മുടെ ടെലഗ്രാമിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് മൗലിക കടമകളെ കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ, അതായത് 1950 ജനുവരി 26-ന് അന്ന് ഭരണഘടനയിൽ ഉൾപ്പെടാതിരുന്ന ഒരു ആശയമാണ് എന്തെന്ന് പറയുന്നത്, മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം. പിന്നീടാണ് ഭരണഘടനയിൽ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം കൂട്ടിച്ചേർക്കുന്നത്. ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് ഈ ഒരു ആശയം കൂട്ടിച്ചേർക്കുന്നത്, അല്ലെങ്കിൽ മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 42ാം ഭരണഘടന ഭേദഗതിയിലൂടെ 1976-ലാണ് നിലവിൽ എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ ഭരണഘടനയോട് മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം കൂട്ടിച്ചേർക്കുന്നത്. ഈ ഒരു ആശയം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് ഭാഗത്താണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാഗം 4A-യിലാണ് മൗലിക കടമകളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഭാഗം 3 നമ്മൾ പറഞ്ഞതാണ് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷം ഭാഗം 4 നമ്മൾ പറഞ്ഞു എന്തിനെ കുറിച്ചാണ് പറയുന്നത്, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ചാണ് ഭാഗം 4-ൽ പറയുന്നത്. അടുത്തതാണ് ഭാഗം 4A എന്ന് പറയുന്നത്. ഇതിലാണ് മൗലിക കടമകളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ മൗലിക കടമകളെ കുറിച്ച് പറയുന്നത് ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ മക്കളെ ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്, ഭാഗം 4A. ഇതിൻ്റെ അകത്ത് ഒരേ ഒരു ആർട്ടിക്കിളിനെ കുറിച്ച് മാത്രം, അല്ലെങ്കിൽ ഒരേ ഒരു അനുച്ഛേദത്തെ കുറിച്ച് മാത്രം, അല്ലെങ്കിൽ ഒരേ ഒരു വകുപ്പിനെ കുറിച്ച് മാത്രമാണ് പറയുന്നുള്ളൂ. അത് 51A ആണെന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് നമുക്ക് ഈ മൗലിക കടമകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ പറയുന്ന മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിലാണ്, അത് USSR-ൽ നിന്നും കടമെടുത്ത ആശയമാണ് ഏതെന്ന് പറയുന്നത്, മൗലിക കടമകൾ എന്ന് പറയുന്നത്. അപ്പോൾ മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യയിൽ നിന്നും കടമെടുത്ത ആശയമാണ് ഏതെന്ന് പറയുന്നത്, മൗലിക കടമകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏഷ്യ ഭൂഖണ്ഡം നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 2 രാജ്യങ്ങളിൽ മാത്രമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ PSC എക്സാമുകളിൽ ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മൗലിക കടമകൾ ഉൾപ്പെട്ടിരിക്കുന്ന ഏക ഏഷ്യൻ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്ന് എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ജപ്പാനും, ഒന്ന് നമ്മുടെ ഇന്ത്യയുമാണ്. ചൈനയിൽ നിലവിൽ ഈ പറയുന്ന മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയമുണ്ട്. പക്ഷെ ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് കൂട്ടത്തില്ല. അപ്പോൾ ജനാധിപത്യ രാജ്യങ്ങളിൽ നിലവിൽ മൗലിക കടമകൾ ഉള്ളത് ഏതൊക്കെ രാജ്യങ്ങളാണ് ഏഷ്യയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജപ്പാനും അതേപോലെ തന്നെ ഇന്ത്യയുമാണ് എന്നുള്ളത് ഒന്ന് ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജനാധിപത്യ രാജ്യത്ത് മാത്രം നിലവിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യ ഭൂഖണ്ഡത്തിലുള്ളത് ഏതൊക്കെയാണ്, ജപ്പാനും അതേപോലെ തന്നെ ഇന്ത്യ എന്നുള്ളത് നോക്കുക. ചൈനയുണ്ട്, പക്ഷെ അതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഉൾപ്പെടുത്തുന്നില്ല. അതേപോലെ തന്നെ മൗലിക കടമകൾ എന്ന് പറയുന്നത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇത് നമ്മൾക്ക് എന്ത് ചെയ്തത്, മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത് എന്നുള്ളത് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ പറയുന്ന മൗലിക കടമകൾ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കാനും അതേപോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനുമാണ്
മൗലിക കടമകൾ പൗരന്മാരെ പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മൗലിക കടമകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും അതേപോലെ തന്നെ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനുമാണ് മൗലിക കടമകൾ പൗരന്മാരെ പ്രേരിപ്പിക്കുന്നത്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എന്തുണ്ടായിരുന്നില്ല? മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല. അതായത് 1950 ജനുവരി 26-ന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം ഉൾപ്പെട്ടിരുന്നില്ല. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി വെരി ഇമ്പോർട്ടന്റ് ആണ്. 42-ാം ഭേദഗതി 1976 പ്രകാരമാണ് മൗലിക കടമകള് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 42-ാം ഭരണഘടനാ ഭേദഗതി 1976. എന്നാണ് ഇത് പ്രാബല്യത്തിൽ വന്നതെന്ന് ചോദിച്ചാൽ മക്കളെ, അത് 1977 ജനുവരി 3-നാണ് മൗലിക കടമകള് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ മൗലിക കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പ്രാബല്യത്തിൽ വന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? 1977 ജനുവരി 3 ഓർത്തു വയ്ക്കുക. ഇനി ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തതെന്ന് ചോദിച്ചാൽ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകള് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഈ പറയുന്ന മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഭാഗത്താണ്? ഭാഗം 4A ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്? മൗലിക കടമകളെ കുറിച്ച് പറയുന്നത്. ഇനി ഭരണഘടനയിൽ മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരേ ഒരു വകുപ്പ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളൂ. അതാണ് 51A ഭരണഘടനയിൽ മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്, അനുച്ഛേദം, ആർട്ടിക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 51A ആണുള്ളത് ഓർത്തു വയ്ക്കുക. ഇന്ത്യ മൗലിക കടമകൾ എന്ന ആശയം കൂട്ടിച്ചേർത്തത് USSR അല്ലെങ്കിൽ റഷ്യയിൽ നിന്നും കടമെടുത്ത ആശയം. PSC ഒത്തിരി തവണ ചോദിച്ചതാണ്, ബേസ് ലെവൽ ചോദ്യമാണ്. അതായത് ഈ പറയുന്ന LGS, LDC, ഇനി ഡിഗ്രി ലെവൽ എക്സാംസിന് പോലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇന്ത്യ മൗലിക കടമകൾ എന്ന ആശയം കൂട്ടിച്ചേർത്തത് ഏത് രാജ്യത്ത് നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, റഷ്യയിൽ നിന്നാണ്. മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ബാധകമായവയാണ്, വിദേശ പൗരന്മാർക്ക് ഇത് ബാധകമല്ല. ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യം വന്നാൽ അതിൽ ചിലപ്പോൾ ഉൾപ്പെടാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ബാധകമായവയാണ്. ഇത് വിദേശ പൗരന്മാർക്ക് എന്തില്ല? ബാധകമല്ല. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ മൗലിക കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന സമയത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്ത് കേന്ദ്ര നിയമമന്ത്രി ആരാന്ന് വേണമെങ്കിൽ ചോദിക്കാം. കാരണം ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം എല്ലാവർക്കും തന്നെ അറിയാം. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. അതേപോലെ തന്നെ ആരാണ് ആ സമയത്തെ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ അത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണെന്നുള്ളത് പറയാം. പക്ഷേ ഇത് വേണമെങ്കിൽ ചിലപ്പോൾ പലർക്കും അറിയാൻ പാടിയിട്ടുണ്ടാവില്ല. അപ്പോൾ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്തെ കേന്ദ്ര നിയമമന്ത്രി ആരാന്ന് ചോദിച്ചാൽ മക്കളെ അത് HR ഗോഖലെ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്തെ കേന്ദ്ര നിയമമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് HR ഗോഖലെ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1976 10 മൗലിക കടമകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് മൗലിക കടമകൾ നിലവിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നത് എത്ര മൗലിക കടമകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 മൗലിക കടമകളാണ് നിലവിൽ ഉണ്ടായിരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിലവിൽ വരുന്ന സമയത്ത് മൗലിക കടമകൾ. പിന്നീട് അത് എത്രയായി? ഇന്ന് നിലവിൽ എത്രയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗലിക കടമകളുടെ എണ്ണം 11 എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1976 മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ
കൂട്ടിച്ചേർത്ത സമയത്ത് 10 എണ്ണമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് എത്ര എണ്ണമാണ് മൗലിക കടമകൾ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 11 എണ്ണമാണ് ഇന്ന് നിലവിലുള്ളത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, 11ാമത് മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 86ാം ഭേദഗതി 2002 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 11ാമത് മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 86ാം ഭേദഗതി 2002 എന്നുള്ളതും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ എന്താണ്, നിലവിൽ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി കൂട്ടിച്ചേർത്തു. അപ്പോൾ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി കൂട്ടിച്ചേർത്തു. ഓക്കെ, അടുത്തത് നിർദ്ദേശക തത്വങ്ങളെ പോലെ തന്നെ മൗലിക കടമകളും കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ നമുക്കറിയാം ന്യായവാദത്തിന് അർഹമല്ല എന്നുള്ളത്. അതേപോലെ തന്നെ എന്താണ്, നിലവിൽ മൗലിക കടമകൾ അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നതും എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല, കോടതിയിലൂടെ നമുക്ക് സ്ഥാപിച്ചെടുക്കാനായിട്ട് കഴിയാത്തവയാണ് ഏതെന്ന് പറയുന്നത്, മൗലിക കടമകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൗലിക കടമകൾ പോസിറ്റീവ് ആകാം, അതേപോലെ തന്നെ നെഗറ്റീവ് ആകാം. ഇത് പരിപൂർണമല്ല, ഭേദഗതി ചെയ്യാവുന്നതാണ്. ചില മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമ വ്യവസ്ഥകളുടെ നിലനിൽപ്പ് പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് 1999 സമർപ്പിച്ച കമ്മിറ്റിയാണ് വർമ്മ കമ്മിറ്റി എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ചില മൗലിക കടമകൾ നടപ്പാക്കുന്നതിനുള്ള നിയമ വ്യവസ്ഥകളുടെ നിലനിൽപ്പ് പരിശോധിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് 1999 സമർപ്പിച്ച കമ്മിറ്റിയാണ് ഏതെന്ന് പറയുന്നത്, വർമ്മ കമ്മിറ്റി എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതാണ് സംഭവങ്ങൾ എന്നുള്ളത് നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഭാഗത്തു നിന്നുമുള്ള മുഴുവൻ ചോദ്യങ്ങളുടെ ഉത്തരവും നമുക്ക് ലഭിക്കും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഓടിച്ചു പറയാം. ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ എല്ലാ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ പറയുന്നുണ്ട്. അപ്പോൾ നോക്കിക്കോ, അതായത് ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനും മൗലിക കടമകൾ പൗരന്മാരെ പ്രേരിപ്പിക്കുന്നു. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെട്ടിരുന്നില്ല. പിന്നീട് അത് കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണെന്ന് ചോദിച്ചാൽ മക്കളെ, വെരി വെരി ഇമ്പോർട്ടന്റ്, 42ാം ഭേദഗതി 1976 ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1977 ജനുവരി 3. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഇനി ഇത് ഏത് ഭാഗത്താണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം 4A മൗലിക കടമകൾ ഉൾപ്പെട്ടിരിക്കുന്നത്. ഭരണഘടനയിൽ മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഒറ്റയ്ക്കൊരു വകുപ്പിനെ കുറിച്ച് മാത്രമാണ് പറയുന്നുള്ളൂ. അത് 51A ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇന്ത്യ മൗലിക കടമകൾ എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നുമാണ് കടം കൊണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റഷ്യയിൽ നിന്നാണ്. അതായത് USSRൽ നിന്നും കടമെടുത്ത ആശയമാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന മൗലിക കടമകൾ എന്ന് പറയുന്നത്. നിലവിലെ ഏതൊക്കെ ഏഷ്യൻ രാജ്യങ്ങളിലാണ്, ഏതൊക്കെ ഏഷ്യൻ ജനാധിപത്യ രാജ്യങ്ങൾ എന്ന് പ്രത്യേകം ഓർക്കണം. എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജപ്പാനും ഇന്ത്യയിലും മാത്രമാണ് മൗലിക കടമകൾ നിലവിലുള്ളൂ. നിലവിൽ ഈ പറയുന്ന ചൈനയിലുണ്ട്. ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ അകത്ത് കൂട്ടുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് മൗലിക കടമകൾ എന്ന ആശയം കൂട്ടിച്ചേർത്ത റഷ്യയിൽ നിന്നും. അതേപോലെ തന്നെ മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ബാധകമായവയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ആ സമയത്ത് ആരായിരുന്നു മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയപ്പോൾ? പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, അതേപോലെ തന്നെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. കേന്ദ്ര നിയമമന്ത്രി HR ഗോഖലെ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. വരുമ്പോൾ 10 എണ്ണമാണ് ഉണ്ടായിരുന്നത്, ഇന്ന് 11 എണ്ണം. 11ാമത്തെ കൂട്ടിച്ചേർത്തത് 86ാം ഭേദഗതി 2002. അത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായിട്ടാണ് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങളെ പോലെ തന്നെ മൗലിക കടമകളും കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. ഇത് മൗലിക കടമകൾ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, പരിപൂർണമല്ല, ഭേദഗതി ചെയ്യാവുന്നതാണ്. ചില മൗലിക കടമകൾ നടപ്പാക്കുന്നതിനുള്ള നിയമ വ്യവസ്ഥകളുടെ നിലനിൽപ്പ് പരിശോധിക്കുന്നതും
ആയി ബന്ധപ്പെട്ട് 1999 സമർപ്പിച്ച കമ്മിറ്റിയാണ് വർമ്മ കമ്മിറ്റി എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. 51A ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. അതാണ് ഒന്നാമത്തെ മൗലിക കടമ എന്ന് പറയുന്നത്. രണ്ടാമത്തെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക. അടുത്ത സി എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക. ഡി, രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്ര സേവനത്തിനും സജ്ജരാവുക. അടുത്തത്, മതം, ഭാഷ, പ്രദേശം, വിഭാഗം എന്നിവയ്ക്ക് അതീതമായി ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക. സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവർത്തികൾ ഉപേക്ഷിക്കുക. ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക. പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. ജീവികളോട് അനുകമ്പ പുലർത്തുക. ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക. പൊതുസ്വത്ത് സംരക്ഷിക്കുക. അക്രമം ഉപേക്ഷിക്കുക. എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാഷ്ട്രത്തിന്റെ ഔന്നത്യത്തിന്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക. ഓരോ രക്ഷിതാവും 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കണം. അതാണ് ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞത്. നിലവിൽ കൂട്ടിച്ചേർത്തത് ഏതാണ്? ഈ പറയുന്ന ഏറ്റവും അവസാനം കൂട്ടിച്ചേർത്ത ഭേദഗതി ഉണ്ട്, നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ഭേദഗതിയാണ് 11ാമത്തെ ഭേദഗതി എന്ന് പറയുന്നത്. ആ ഭേദഗതി കൂട്ടിച്ചേർത്തത് എന്നാന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്നാണ് ഈ പറയുന്ന ഭേദഗതി കൂട്ടിച്ചേർത്തത്? അതായത് നമ്മുടെ 82ാം ഭരണഘടന ഭേദഗതി. അപ്പോൾ അത് കൂട്ടിച്ചേർത്തതാണ് ഈ പറയുന്ന നമ്മുടെ ഏതെന്ന് പറയുന്നത് നിലവിൽ പറയുന്ന നമ്മുടെ 11ാമത്തെ ഭേദഗതി കൂട്ടിച്ചേർത്തത് 86ാം ഭേദഗതി 2002. അതാണ് ഈ പറയുന്ന ഓരോ രക്ഷിതാവും 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് പറഞ്ഞത്. PYക്ക് നമ്മൾ ഇതിന്റെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4 ഏരിയയിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? അപ്പോൾ അതേപോലെ തന്നെ മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ്? ഭരണഘടനയിൽ മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ് ഈ ഒരു ആശയം എന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. ക്ലാസ് 1, 2, 3 തവണ കാണുക. കാരണം വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. മിക്കവാറും ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു ചോദ്യമെങ്കിലും വരാറുണ്ട് എക്സാമുകളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ 1, 2, 3 തവണ എന്ത് ചെയ്യുക, ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ കാണുക അല്ലെങ്കിൽ പഠിക്കുക. തുടക്കക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതിനുശേഷം PDF നോട്ട് വായിക്കുക. വൈകിട്ട് ക്വസ്റ്റ്യൻ ബോൾ ഉണ്ടാവും, അതിൻ്റെ അകത്തുകൂടി നിങ്ങൾ പങ്കെടുക്കുക. PYQ ഡിസ്കഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്നുണ്ടെങ്കിൽ മാത്രം നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. കാരണം എല്ലാവരും കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് ഇത് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും അതേപോലെ തന്നെ ഷെയറും ലൈക്കും എല്ലാം പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.